നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വേറെ ആരും അറിയരുത്, രണ്ടുപേരും കൂടിട്ടാ. പറയോ? എന്നാലേ പപ്പിയുടെ ചേച്ചിയമ്മ വരാൻ പോണു. അതാ സീക്രട്ട്. എങ്ങനെയുണ്ട്? വിഷ്ണു പറ. എന്ത് പറഞ്ഞാലും സത്യം. എന്റെ പപ്പി കള്ളം പറയാൻ പാടില്ല കേട്ടോ. പറയോ? കള്ളം പറയില്ല. എന്നാ പറ. എന്ത് കള്ളോ? കള്ളം പറഞ്ഞ അടിയുള്ളൂ കേട്ടോ. അത് ശരി. പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ദേഷ്യം വരും കേട്ടോ. എടി അതൊരു സീക്രട്ട് ആയതുകൊണ്ടാ. ആഹാ, അപ്പൊ ഞങ്ങളുടെ ശരിക്കൊരു വിലയില്ലേ? പപ്പി നീ പറഞ്ഞിട്ടല്ലേ ഞാൻ നമ്മുടെ സീക്രട്ട് ബിഗ് ഫ്രണ്ടിനോട് പറഞ്ഞത് നമ്മൾ എന്താ പെർഫോം ചെയ്യുന്നതെന്നും. വിഷ്ണു ദിസ് ഈസ് ചീറ്റിംഗ്. സത്യ നമുക്ക് പോവാം. പൂവല്ലേ പൂവല്ലേ, പെണങ്ങല്ലേ. വിഷ്ണു അച്ഛൻ സീക്രട്ട് പറയില്ലല്ലോ. പറയാം, വിഷ്ണു അച്ഛൻ പറയാം. ശരി എങ്കിൽ പറ. പിന്നെ വേറെ ആരും അറിയരുത്, രണ്ടുപേരും കൂടിട്ടാ. പറയോ? എന്നാലേ പപ്പിയുടെ ചേച്ചിയമ്മ വരാൻ പോണു. അതാ സീക്രട്ട്. എങ്ങനെയുണ്ട്? സത്യം. എടി സത്യം. സത്യ ചേച്ചിയമ്മ വരുന്നോന്ന്. അല്ല, സത്യം പപ്പിയുടെ ചേച്ചിയമ്മയെ മടക്കി കൊണ്ടുവരാൻ ഒരുപാട് പണിപ്പെട്ടല്ലേ. അവസാനം ഏതാ ചേച്ചിയമ്മ മടങ്ങി വരുന്നു. പപ്പിയുടെ ചേച്ചിയമ്മ എവിടെന്നാ വരുന്നത്? അതൊക്കെ വന്നിട്ടേ പറയുള്ളൂ. എപ്പോഴാ ചേച്ചിയമ്മ വരുന്നേ? എടി പൊട്ടിക്കളി ഇന്നടി. ഇന്നോ? ഇന്ന് തന്നെ. അപ്പൊ ശേഷം ഭാഗം സ്ക്രീനിൽ. കുഞ്ഞേച്ചി വന്നാ എന്തായിരിക്കും സംഭവിക്കുക? ഇത്തവണ സത്യാമ്മ ആരെയാ ചീഫ് ഗസ്റ്റായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്? കളക്ടറാണെന്നാ പറയുന്നത്. ഓ, ഹായ് ഹായ്. ശ്യാമേ, ഇയാൾ ഇവിടെ എന്തെടുക്കുക? ഞാൻ എടോ, ഗസ്റ്റുകളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി അവരെ മാന്യമായി ട്രീറ്റ് ചെയ്യാ വേണ്ടത്. ഇതിപ്പോ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വരെ താൻ ഇവിടെ വന്നിരിക്കണോ? അല്ല, അതിന് ഇവന്റ് മാനേജ്മെന്റുകാരെ പ്രോഗ്രാം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. കൊള്ളാം, നല്ല കഥയായി. തരക്കേടില്ലാന്ന് പറയുന്ന രീതിയിലേ ഇവന്റ് മാനേജ്മെന്റുകാർ എന്തും നടത്തുള്ളൂ. പക്ഷേ ഒന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല, അറിയോ? അതിന് സ്വന്തം ആൾക്കാരുടെ നോട്ടം തന്നെ വേണം, മനസ്സിലായോ? തനിക്ക് വന്നേ. രോഹിത്, പൊനി അവിടെ നിന്നേ. എന്താ ഇതില്? ജ്യൂസ്. അത് മനസ്സിലായി. എന്തൊക്കെ ഐറ്റംസ് ആണെന്നാ ചോദിച്ചേ? അത് ഓറഞ്ച്, മുന്തിരി, ലെമൺ. ആ സെക്കൻഡ് റോയിൽ ടേബിൾ ഇട്ടിരിക്കുന്ന ഒരു ഫാമിലിയാ ഓറഞ്ച് ജ്യൂസ് ചോദിച്ചത്. ആ കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് ഗ്രേപ്പ് ജ്യൂസ്.
പിന്നെ അല്ലെങ്കിൽ വേണ്ട ഇതാ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം ഇതാ. കണ്ടോ, ഇതാണ് പറയുന്നത്. ഇത്തരം പണിയൊന്നും ഇവന്റ് മാനേജ്മെന്റുകാരെ കൊണ്ട് പോലും ശരിയാവില്ല എന്ന്. എല്ലാം നോക്കിയും കണ്ടും ചെയ്യാൻ നമ്മൾ തന്നെ വേണം. രോഹിത് കുഞ്ഞിന് എന്ത് പറ്റി? രോഗത്തിനല്ല, വിഷ്ണു കുഞ്ഞിന് എന്ത് പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. രോഹിത് മോനെ സംബന്ധിച്ചിടത്തോളം ജോലി എന്ന് പറഞ്ഞാൽ ഭ്രാന്ത. വാസ്തവത്തിൽ സ്വന്തം ബിസിനസ് വളർത്തുന്നതിനെ പറ്റി സത്യാമയോ രാഘവൻ സാറോ പോലും അത്രയ്ക്ക് ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ വിഷ്ണു കുഞ്ഞിൻ്റെ കാര്യം അങ്ങനെയല്ല. ശാലിന്റെ മോള് പോയ പിന്നെ വിഷ്ണു കുഞ്ഞിന് ഒന്നിനും ഒരു ഉത്സാഹമില്ല. ഈ വിഷ്ണു ലോകത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ശാലിനി മോള് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാ നിശ്ചയിച്ച സമയത്ത് ഇതിന്റെ ഉദ്ഘാടനം തന്നെ നടന്നത്. ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. പിള്ളച്ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നെന്ന് പറ. നീ തോക്കി കയറി വെടിവെക്കാതെ പൊന്നി. അത്രയും പ്രിയപ്പെട്ട വിഷ്ണു ലോകത്തോട്ട് വിഷ്ണു കുഞ്ഞ് തിരിഞ്ഞു വെക്കിട്ടുണ്ടോ? ശാലിന്റെ മോള് പോയിക്കഴിഞ്ഞാ ഈ ഹോട്ടലിന്റെ 6 വാർഷികവും നടന്നത്. അന്ന് ഈ വിഷ്ണു കുഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അതിന് അല്ല, എന്റെ ഒരു സംശയ. എന്നാലും തുറന്നങ്ങ് പറയാ, ഈ 7ാം വാർഷിക ആഘോഷത്തിന് വിഷ്ണു കുഞ്ഞ് കാണിക്കുന്ന ഈ ചൊടിയും ചൊണയും ഉത്സാഹവും ഒക്കെ കാണുമ്പോ എനിക്കങ്ങ് തോന്നിപ്പോവാ, എന്ത് ഈ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാൻ ശാലിനി മോള് വരുമെന്ന്. പിള്ളച്ചേട്ടൻ എന്താ ഈ പറയുന്നേ? അത് മാത്രമല്ല, ശാലിനി മോള് വരുമെന്ന കാര്യം വിഷ്ണു മോന് അറിയാമെന്നും തോന്നുന്നു. രണ്ടുപേരും തമ്മിലുള്ള പരസ്പര ധാരണയിലാ വരുന്നതെന്ന എന്റെ ഒരു ബലമായ സംശയം. എന്ത് ധാരണയിലാണെങ്കിലും സത്യാമ്മയുടെ മുമ്പിലേക്ക് ശാലിനി കുഞ്ഞു വന്ന് നിന്ന് കൊടുത്താലത്തെ അവസ്ഥ അറിയാലോ പിള്ളച്ചേട്ടന്. ദേ, ആ കുഞ്ഞും രോഹിത് കുഞ്ഞും ഒക്കെ കുറച്ചു മനസമാധാനത്തോടെ ജീവിക്കുക ഇപ്പോ. വന്നാ അതും കൂടി ഇല്ലാണ്ടാവും. കുഞ്ഞു ചേച്ചി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.